ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാരും ചോദിക്കുന്നത് എങ്ങനെ വന്നു എത്ര ദിവസം എടുത്തു കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൊക്കെ എന്താന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. ഗൈസ് ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് പറ നമ്മളെ സ്പെഷ്യൽ TRC. യെസ്, പിന്നെ ഒരു കാർഡ് കൂടെ കിട്ടി. ഫുഡ് കാർഡും TRC കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 15-ാം തീയതി ബയോമെട്രിക് കഴിഞ്ഞതാ. നമുക്ക് 19-ാം തീയതി TRC കിട്ടി. എന്നാലും ഒരു 5 ദിവസത്തില് ഏകദേശം ഒരു 5 ദിവസം. 4-ാമത്തെ ദിവസം കിട്ടി. സാറ്റർഡേ സൺഡേ കൂട്ടാതാണ്. 4-ാമത്തെ ദിവസം നമുക്ക് TRC കൈ കിട്ടി. 3 വർഷത്തെ TRC. പിന്നെ നമ്മുടെ എല്ലാവരും മെസ്സേജ് അയക്കുന്ന സംഭവം എന്തുവാ, ഇതാണ് ബ്രോ ഇവിടെ എക്സ്പെൻസ് എങ്ങനെയാണ്? നമുക്ക് എക്സ്പെൻസ് വരെ ആപാടെ നമ്മൾ ഈ ഉണ്ടാക്കി കഴിക്കുന്ന സാധനങ്ങൾ വാങ്ങാനേ ഉള്ളൂ. അത് നിലവില് ഫുഡ് കാർഡ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഇതില്ല. പിന്നെ നമുക്കിവിടെ ഫുഡ് കാർഡ് ഉണ്ട്. അതിന് ഒരു 100 euro എന്തോ വരും. അക്കോമഡേഷൻ ഫ്രീ ആണ്, ട്രാവല് ഫ്രീ ആണ്, കമ്പനിയാ. സിം റീചാർജ് ഫ്രീ കമ്പനി. പിന്നെ ചെലവൊന്നുമില്ല. നമുക്കിപ്പോ ഒരു 1 ലക്ഷം രൂപ സാലറി ആണെങ്കിൽ 1 ലക്ഷം രൂപ സേവ് ആ, 50,000 രൂപ ആണെങ്കിൽ 50,000 രൂപ സേവ് ആ. മറ്റൊരു ബിലാലിക്ക് ഇല്ലേ, ബിലാലിക്ക പുള്ളിക്കും ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് പിന്നെ എല്ലാം ഉണ്ട്, സ്റ്റേ ഉണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാം ഇല്ല. പിന്നെ എന്തോ ടെമ്പറേച്ചർ നമുക്ക് 23 ഡിഗ്രി സെൽഷ്യസ് ആണ്ടാ കാണിക്കുന്നത്. പക്ഷെ രക്ഷയില്ലാത്ത ചൂടാ ഇല്ലേ ഗൈസ്. ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ടൊമാറ്റോ ഉണ്ട്. നല്ല കളറൊക്കെ നമ്മളെ കൊടൈക്കനാല് കളറൊക്കെ ഉണ്ട്. നല്ല തണുപ്പല്ലേ, തണുപ്പുണ്ടല്ലേ. പറ കൈ കാണിച്ചു തരാം. ഇന്ന് പക്ഷേ ഒരു സുഖമില്ല അല്ലേ, ഡള്ളായിട്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും റൂമിൽ ചെന്നിട്ട് നമുക്ക് ആ മറ്റേ TRCയും ആ സംഭവം കാണിച്ചു തരാം. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അക്ഷയ് കിച്ചുവിന്റെ കുറച്ച് സിനിമാറ്റിക് വാക്കാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. ഫുള്ള് നമ്മളെ കമ്പനിയിലെ വർക്കേഴ്സാണ് താമസിക്കുന്നത്. താഴെയും മേളിൽ പക്ഷെ ഒരു റൂം മാത്രം ഒരു ഫാമിലി ഉണ്ട്, തുർക്കി ഇല്ലേ. ഈ അപ്പാർട്ട്മെന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇവിടെ ആദ്യമായിട്ട് കയറി താമസിക്കുന്നത് നമുക്ക് തൊട്ട് പാർക്കൊക്കെ ഉണ്ട്, ചെറിയ പാർക്ക് ഉണ്ട്. ഹായ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. 2-3 പിള്ളേർ വന്നിട്ടുണ്ട്. മാറ്റി നമ്മളെ ഇത് പോന്ന് കോൺസെൻട്രേഷൻ പോന്നു നമ്മളെ വീഡിയോയിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഗൈസ്, മെൻഷൻ ചെയ്ത ഏജൻസിയുടെ പേര് നമ്മൾ അതേ പറയത്തില്ല, ബാക്കി കാര്യങ്ങൾ പറയാം. ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്ന മാർച്ചിന് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം 20 ദിവസത്തിനകത്ത് വിസ സബ്മിഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വർക്ക് പെർമിറ്റിലുണ്ടായിരുന്നു ഡേറ്റ്. സബ്മിഷൻ കാര്യം പറയാം. എല്ലാവരും വേറൊരു കാര്യം, കുറെ ഏജൻസിക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഓരോരുത്തർ. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ VFS. ഇനിയിപ്പോ നമുക്ക് സത്യത്തിൽ ഇത് രണ്ടിന്റെ ഇത് നമുക്ക് അറിയാം. നമ്മൾക്ക് എംബസി ആയിരുന്നു ഇവിടെ വർക്ക് പെർമിറ്റിന് അടിക്കുന്ന എംബസിയിലാണ്. ബൾഗേറിയൻ എംബസി ഉണ്ട് ഇവിടെ ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിൽ പോയി നമ്മുടെ വിസ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ വിസ. അവിടെ വലിയ ഇതൊന്നുമില്ല അവിടെ. പക്ഷെ നമ്മുടെ ചോദിക്കും, നമ്മുടെ VFS ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പേര് വെച്ച് നമ്മൾ ഫയൽ സബ്മിറ്റ് ചെയ്താന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ എംബസിയിൽ ചെറിയൊരു ഇന്റർവ്യൂ പോലെ ഉണ്ട്. എവിടെ വർക്ക് ചെയ്യുന്ന, ഏത് കമ്പനി, സാലറി എന്തുവാ അല്ലേ, അങ്ങനെ കുറച്ച് ഏത് കമ്പനി, ഏത് ജോബ്, ഇതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. വലിയ ടാസ്ക് ഉള്ളതൊന്നും അല്ല, അത് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലാണ്. പിന്നെ അവിടെ ഒരു 9,500 രൂപ ചാർജ് ഉണ്ട്, അവിടെ അടയ്ക്കണം. അത് ഇവിടെ വേറെ ഇതൊക്കെ അല്ലേ, ഒന്നും പറയുന്നില്ല, അതിനകത്തോട്ടൊന്നും പോകുന്നില്ല അല്ലേ. പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വാങ്ങിച്ച പൈസയൊക്കെ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നല്ലൊരു ഫണ്ട് അവരെ നമ്മളെക്കാളും ഒരു 2 ഇരട്ടി 1 ഇരട്ടിയാ ഇല്ല, നമ്മളെക്കാളും ഒരു 5 ഇരട്ടി പൈസ മേടിച്ചിട്ടുണ്ട് വിസ സബ്മിഷന് വേണ്ടി മാത്രം. ശരിയാ, അത്ര എമൗണ്ട് ഉണ്ട്. ഞാൻ ശരി ഗൈസ്, അതല്ല സബ്മിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് 20 ദിവസം എടുത്തു വിസ വരാനായിട്ട് അല്ലേ. അത് അവര് നമ്മളെ ഏജന്റുമാരാണ് കളക്ട് ചെയ്യുന്നത്. അതിന്റെ കാര്യം നമുക്ക് അറിയത്തില്ലല്ലേ. കൊറിയർ ചെയ്ത് തന്നെ ഫോട്ടോ എനിക്ക് എംബസി ഡയറക്റ്റ് കൊറിയർ ചെയ്തല്ല. എംബസിന്ന് നമ്മുടെ
ഏജൻസി കളക്ട് ചെയ്തിട്ട് ആ അതെ അവർ കൊറിയർ ചെയ്ത് തന്നു. നമുക്ക് ഈ കറക്റ്റ് 20 ദിവസം ആയപ്പോ എന്റെ ഏജന്റ് എനിക്ക് ഫോട്ടോ അയച്ചു ഇയാൾക്ക് എന്നിട്ട് അയച്ചു എനിക്ക് അന്ന് തന്നെ അയച്ചു അയച്ചു കൊടുത്ത് എനിക്ക് അപ്പൊ ഒരു ആശ്വാസം. എന്നാലും നമ്മുടെ കൈ കിട്ടാത്തോണ്ട് നമുക്ക് ഒരു ടെൻഷനാ. അതും കഴിഞ്ഞ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കൈ കിട്ടിയതല്ലേ, ഒരാഴ്ച കൊറിയർ ചെയ്ത് തന്നായിരുന്നു. അന്നേരമാണ് കൊറിയറും കയ്യിലും കിട്ടിയിട്ട് ഒരു 7-8 ദിവസം എടുത്തോളം തോന്നുന്നു വരാനായിട്ടല്ലേ. നമ്മള് പെട്ടെന്നായിരുന്നു എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഡിസംബറിൽ തുടങ്ങിയ ഇത് ഇടണം. എന്റെ ഒരു കൂട്ടുകാരൻ പറയടാ പാസ്പോർട്ട് വന്നിട്ട് ഒരാഴ്ച മാക്സിമം ഉറപ്പാ, ഒരാഴ്ചനുള്ളിൽ പോവാൻ പറ്റും. ഞാൻ കരുതി അല്ല, കാര്യം ഇവിടെ ബിലാലിക്കൊക്കെ ഇല്ലേ, ബിലാലിക്കൊക്കെ പാസ്പോർട്ടും കിട്ടിയിട്ട് 1 മാസം 3 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി 1 മാസമൊക്കെ എന്തായാലും എടുക്കുമെന്ന് കരുതി. പക്ഷെ ഇത് പെട്ടെന്ന് അവൻ പറഞ്ഞ പോലെടാ, നീ കേട്ടോ, നീ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച എനിക്ക് നിക്കാൻ പറ്റുള്ളൂ നാട്ടിൽ. അപ്പം തന്നെ പിന്നെ വരണ്ട വന്നു. നമുക്ക് എന്തായാലും വിസ അടിച്ച് കൈ കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സുകൊണ്ടൊരു ഇതാണ് അല്ലേ. എല്ലാവർക്കും ഉള്ളൊരു ഫീലുണ്ട്, പോണോ വേണ്ട, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു തന്നത് 6-ാം തീയതി ആയിരുന്നു, ഈ മെയ് മാസം 6-ാം തീയതി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ 7-ാം തീയതി സോഫിയയിൽ എത്തേണ്ടതാണ്, അതായത് ബൾഗേറിയയിൽ എത്തേണ്ടതാണ്. ഞങ്ങൾ 6-ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോയി. 5-ന് പോയി, 5 വൈകിട്ട് പോയി. 6-ാം തീയതി വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ് നമുക്ക് ഡൽഹിയിൽ നിന്ന്. അല്ലടാ, 6-ാം തീയതി തന്നെ പോയി. 6-ാം തീയതി വൈകിട്ട് പോയി. പറ നീ പറ. 6-ാം തീയതി തന്നെ ആയിരുന്നു കേട്ടോ. ഓക്കെ, 6-ാം തീയതി കേരള ടു ഡൽഹി എത്തി. അപ്പോൾ അന്ന് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ പാക് വാർ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ന്യൂസിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്ക് ഫ്ലൈറ്റ് ആൾറെഡി ഒരു 1 hour ലേറ്റ് ആയിട്ടായിരുന്നു നമുക്ക് വന്നത്. അവിടെ നിന്ന് നമുക്ക് ഇസ്താംബുളിലോട്ടായിരുന്നു ഫ്ലൈറ്റ് വരുന്നത്. ഇസ്താംബുളിലോട്ട് നമുക്ക് 7.5 മണിക്കൂറുണ്ട് ട്രാവല് അല്ലേ. ഞങ്ങൾക്ക് 6 മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് ഈ വാര കാരണം ഡിലേ ആയി 7 മണിക്ക് എടുത്തു. 1 മണിക്കൂർ ലേറ്റ്. അപ്പൊ ഇവിടെ വരാം, നമുക്ക് ഇവിടെ ലേ ഓവർ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ടർക്കിഷ് എയർലൈൻസ് ആയിരുന്നു. ഇൻഡിഗോയുടെ എയർലൈൻസ് തന്നെയായിരുന്നു രണ്ടും. കേരള ടു ഡൽഹിയും ഡൽഹി ടു ഇസ്താംബുൾ ടു സോഫിയ ടർക്കിഷ് എയർലൈൻസ്. അപ്പോ നമ്മള് ഫ്ലൈറ്റ് മിസ്സായി. 7-ാം തീയതി ഇവിടെ ഇസ്താംബുളിൽ വെച്ചിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ഒന്നും അറിയാൻ വയ്യ. നമ്മള് 4 പേര് മാത്രമല്ല, വേറെ പോകാനുള്ള ഫാമിലീസ് യുകെയിലോട്ട് പോകേണ്ട കുറെ എല്ലാവർക്കും ഫ്ലൈറ്റ് മിസ്സായി ഡിലേ കാരണം. അങ്ങനെ ഞങ്ങൾ അവിടെ കുത്തിയിരുന്നപ്പോഴത്തേനും എയർലൈൻസ് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവര് തന്നെ നമ്മുടെ ഇൻഡിഗോനെ കോണ്ടാക്ട് ചെയ്ത് അവർ അടുത്ത ദിവസം ടിക്കറ്റ് അടിച്ചു തന്നു. പക്ഷെ ടിക്കറ്റ് അടിച്ചു തന്നത് ഞങ്ങൾ 7-ാം തീയതി അവിടെ നിൽക്കുക. ടിക്കറ്റ് അടിച്ചു തന്നത് ഇവനും ഞങ്ങൾക്ക് വന്നിട്ട് ഒറ്റ ദിവസം ഒരേ എയർലൈന് 8-ാം തീയതി അടിച്ചു കൊടുത്തു. എനിക്ക് മാത്രം വന്നു 9-ാം തീയതി അടിച്ചു. അങ്ങനെ നമ്മൾ ചെറിയൊരു ടെൻഷൻ ആയിരുന്നു. എന്നിട്ട് എയർലൈൻസുകാർ തന്നെ നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്ത് തന്നെ എന്തുവാ പറയാ, എയർലൈൻസ് തന്നെ നമുക്ക് ഹോട്ടലും ഫുഡൊക്കെ ബുക്ക് ചെയ്യുന്നു. പക്ഷെ അവർക്ക് അവിടെ നമുക്ക് ഇസ്താംബുളിൽ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വിസ എടുക്കണം. 150 ദിവസത്തേക്ക് വിസയാണ് അത്. അങ്ങനെ ഈ വിസ എടുക്കേണ്ടി വന്നു. അതിനൊരു 4250 അങ്ങനെ ഉണ്ടായി ഒരാൾക്ക്. അങ്ങനെ അത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ എയർലൈൻസിൽ പോയി കണക്ട് ചെയ്തു. അവർ തന്നെ നമുക്ക് ഹോട്ടലും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ പിറ്റേ ദിവസം 8-ാം തീയതി രാവിലെ ആയപ്പോഴത്തേന് നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. പക്ഷെ ക്യാബ് വരുന്നത് 9 മണിക്ക് എന്തോ ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ വന്ന് എയർപോർട്ടിൽ വന്നിട്ട് നമുക്കൊരു 12:30 ആയപ്പോ, അത് ചെറിയ 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് 1:30 കയറി. ഇവിടെ 1 മണിക്കൂറുണ്ടുള്ളൂ ട്രാവൽ ഇങ്ങോട്ട്, 1.5 മണിക്കൂർ. പക്ഷെ നമുക്ക് ഫുഡൊക്കെ തന്നു. 1.5 മണിക്കൂറുള്ളൂ ട്രാവൽ. അതിനകത്ത് നമുക്ക് ഫുഡൊക്കെ തന്നായിരുന്നു അവര് എയർലൈൻസുകാർ. അങ്ങനെ തന്ന് നമ്മളിവിടെ സോഫിയയിൽ ഇറങ്ങി. നമ്മളെ HR വിളിക്കാൻ വന്നു, ഞങ്ങളെ 3 പേരെ HR വിളിക്കാൻ വന്നു. നേരെ ഡയറക്റ്റ് കൊണ്ടുപോയത് ഇവിടുത്തെ മൈഗ്രേഷൻ ഓഫീസിലാണ്. അല്ല, HR വന്നിട്ട് പുള്ളി ആദ്യം നമുക്കൊരു ടാക്സി ഇറങ്ങി ടാക്സി കയറ്റിയിട്ട് റോഡിൽ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് നിൽക്കുക വണ്ടിയിൽ. അപ്പൊ നമുക്കൊരു എന്തുവാ സംഭവം അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ HR വന്നു 2 ആഴ്ചക്കുള്ള ഫുഡൊക്കെ തന്നു. എന്നിട്ടുണ്ട് ഫുഡ്, റൈസ്, അത് ഇത്, പാസ്ത, മാക്രോണി, എല്ലാം ഒത്തിരി സാധനങ്ങൾ തന്നു. അങ്ങനെ 2-3 കിലോ ഇരിക്കുന്നത് ഒരു 2-3 മാസത്തേക്കുള്ള ഫുഡ് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്തു തന്നിട്ട് നേരെ പിന്നെ നമ്മളെ ഇമിഗ്രേഷൻ ഓഫീസിൽ കൊണ്ടുപോയി. ഇമിഗ്രേഷൻ ഓഫീസ് കഴിഞ്ഞ അപ്പം തന്നെ അത് നമ്മുടെ വർക്ക് പെർമിറ്റിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പോൾ വിസ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്ത് എൻ്റർ ആയി കഴിഞ്ഞാൽ 12 ദിവസമോ
അതിനകത്ത് നമ്മുടെ ഇവിടെ മൈഗ്രേഷൻ ഓഫീസിൽ പ്രസന്റ് ആവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് ട്രാവൽ കാർഡ് വന്ന് പിന്നെ സിമ്മ് കമ്പനി തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് സിമ്മൊക്കെ എല്ലാ കമ്പനിയാണ്. അപ്പൊ സിമ്മും കമ്പനി എടുത്ത് തന്ന് ട്രാവൽ കാർഡും തന്നിട്ട് നേരെ നമ്മൾ അക്കോമഡേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങൾ 3 പേരും സെറ്റിലായി. ഇപ്പോഴും ഞാൻ ഇസ്താംബൂളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴും ഇതുപോലെ സെയിം ഇയാൾക്ക് ഉച്ചയ്ക്ക് തന്നെയായിരുന്നു ഫ്ലൈറ്റ്. അത് രാവിലെ എനിക്ക് രാവിലെ വെളുപ്പിനായിരുന്നു. അപ്പൊ ഇയാള് എനിക്ക് രാവിലെ വന്നു. ഇയാൾക്ക് ഒത്തിരി പോസ്റ്റ് കിട്ടിയല്ലേ? ഞാൻ അവിടെ ഇമിഗ്രേഷൻ ഓഫീസിൽ എനിക്ക് ഇതുപോലെ 9-ാം തീയതി എത്തി. HR വന്ന് പിക്ക് ചെയ്തു. ഇവരുടെ അതേ പ്രോസസ് ആയിരുന്നു. ഞാൻ വന്ന് പിക്ക് ചെയ്തു. ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി. അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞാൻ ഒരു 2-3 മണിക്കൂറോടെ പോസ്റ്റ് ആയി. നമുക്ക് പക്ഷെ ഒരു 5 മിനിറ്റ് എടുത്തോളൂ കേട്ടോ. 5 മിനിറ്റ് എടുത്തോന്ന് ഡൗട്ടാ. നേരെ ചെന്ന് പാസ്പോർട്ട് കാണിക്കുക, ഒപ്പിടുക. ഒപ്പുണ്ടായിരുന്നു അങ്ങനെ എന്തോ. അപ്പൊ നമ്മളെ കാണണം അവർക്ക് ഇമിഗ്രേഷൻ ഓഫീസിൽ. അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഈ കൺട്രിയിൽ എൻ്റർ ആയിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. അടുത്ത വന്നിട്ട് ബയോമെട്രിക്. നമ്മുടെ ഇവിടെ വന്ന് 9-ാം തീയതി ഞാൻ ഇവിടെ എത്തി. 15-ാം തീയതി ബയോമെട്രിക്കിന് പോയി. എത്ര ദിവസം TRC കാർഡ് കിട്ടാൻ വേണ്ടിട്ട് ബയോമെട്രിക് അപ്ലൈ ചെയ്യാൻ പോയി. അവിടെ പോയി ഫിംഗർ വെച്ചു. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സാധനം കാണിച്ചു തരാൻ പക്ഷെ വേറെ ഒന്നും കാണിക്കാൻ പറ്റൂല. കാർഡ് അടുത്തിട്ടുണ്ടോ? കുഴപ്പമില്ല. വേണ്ട സാധനം വേണ്ട കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും 3 വർഷത്തെ പെർമിറ്റ് നമുക്ക് അടിച്ചേക്കുന്നത് അല്ലേ? അതെ, 3 വർഷത്തെ പെർമിറ്റാ. 15-ന് TRC സബ്മിഷൻ കഴിഞ്ഞ് 20-ാം തീയതി ആയപ്പോൾ നമ്മുടെ TRC കയ്യിൽ കിട്ടി. അതെ അതെ. അതൊരു 5 ദിവസം എടുത്തിട്ടുള്ളൂ TRC. അത് 3 വർഷത്തെ വാലിഡിറ്റി ഉള്ള TRC. അത് ഭയങ്കര 5 ദിവസം കൊണ്ട് കിട്ടി. അതെ അതെ, ഭയങ്കര ഒരു കാര്യം തന്നെ. പോളണ്ടിലൊക്കെ ഈവൻ അല്ലേ? പോളണ്ടിലൊക്കെ ഒരു ബയോമെട്രിക്കിന് ഡേറ്റ് കിട്ടാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അതെങ്കിൽ TRC കിട്ടാൻ വേണ്ടിയിട്ട് 1 വർഷമായിട്ട് കിട്ടാത്തവരുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ട് ഇത്ര നാളായുള്ളൂ. നമ്മുടെ കിട്ടിയ അറിവ് വെച്ചാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ? എല്ലാരും നിക്കുന്നത് കേറി വരാൻ നിക്കുന്നവരെല്ലാം കേറി വാ അല്ലേ? കറന്റ് ഓപ്പൺ ആയിട്ടുള്ള കൺട്രി ഇതാ ബൾഗേറിയ. പെട്ടെന്ന് കേറി വരാൻ നോക്കൂ. അത്ര ഇവിടെ എല്ലാം ഈസി, പെട്ടെന്ന് നടക്കും. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ സ്കാം നടക്കുന്നുണ്ട്. പല ഏജൻസിക്കാര് പലതായിരിക്കും പറയുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻസി വഴിയാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻസി നല്ലൊരു ഏജൻസി ആയിരിക്കണം. പിന്നെ നിങ്ങളിപ്പോ 2-3 നേരം മെസ്സേജ് അയച്ചായിരുന്നു അറിയാം നമ്മൾ എന്തൊക്കെ പേപ്പർ ഇമിഗ്രേഷന് വെച്ചാൽ. അത് സത്യത്തിൽ നമ്മള് വിട്ടുപോയി. അതിന് വേണമെങ്കിൽ സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ആക്കി ഇടാം അല്ലേ? വേണമെങ്കിൽ ഷോർട്സ് പോലെ നമുക്ക് ഓഫർ ലെറ്റർ ഉണ്ടായിരുന്നു. അതായത് വിസ സബ്മിഷൻ വെക്കേണ്ട പേപ്പറാണ് പറയുന്നത്. ഒന്ന് വിസ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അടുത്ത് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ്, ഒരു ഡമ്മി ടിക്കറ്റ്, പിന്നെ കോൺട്രാക്ട് ലെറ്റർ, പവർ ഓഫ് അറ്റോർണി, ഒരു വിസയുടെ ഒരു കോപ്പി, വിസയുടെ അല്ല പാസ്പോർട്ടിന്റെ ഒരു കോപ്പി, പാസ്പോർട്ട്, പിന്നെ എന്തോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലെറ്റർ ഉണ്ട് ജോബിനെ കുറിച്ചുള്ള. അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട്. അതാ ഗൈസ് ഒരു 10-18 പേജ് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെയാണ് അല്ലേ? പിന്നെ ഒന്നുമില്ല. ഇവിടെ എംബസി എല്ലാം ഓക്കെയാണ്. പേപ്പർ വർക്ക് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിസ ഉറപ്പായിട്ട് അടിക്കും. അത് ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. വിളിക്കാൻ പറയണേ എനിക്ക് പേടിയുണ്ട്. എല്ലാരും പറയുന്നുണ്ട് ഈ ഏജ് ഒരു 25 ഏജിന് ശേഷം 22-23 ഒക്കെ സുഖമായിട്ട് കയറിപ്പോ കേട്ടോ. അതൊക്കെ വിഷയമുള്ള കാര്യം. ഏജ് ഇവിടെ ഒരു കുഴപ്പമില്ല. ഇല്ല, മറ്റേ പുള്ളി 40. നമുക്ക് അറിയാവുന്നൊരു പുള്ളി അറിയാവുന്നൊരു പുള്ളിയുണ്ട്. അടുത്ത വീഡിയോയില് പരിചയപ്പെടുത്താം. അയ്യോ പുള്ളിക്കെല്ലാം തോന്നുന്നു 40+ ഒരു ഏജ് ഉണ്ട്. അപ്പൊ പുള്ളിക്ക് കിട്ടി. പുള്ളി വന്നിട്ട് 8 മാസം ആയിട്ടുള്ളൂ. 8-9 മാസമായി. ബിലാലിയുടെ എന്താ കമ്പനി മേറ്റ് കൊളീഗ. അപ്പൊ സീനൊന്നുമില്ല. എല്ലാരും കേറി വാ അല്ലേ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, സോ ബി പോസിറ്റീവ്. എല്ലാരും കേറി വാ, അത്രേ ഉള്ളൂ. ഫ്രം ബൾഗേറിയൻ. ബൈ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് മെസ്സേജ് ചെയ്തോ. ഞങ്ങൾ എല്ലാവർക്കും തരുന്നുണ്ട് കാര്യം. നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഡ്യൂട്ടി അങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മെസ്സേജ് ഇട്ടോ, എപ്പോഴും റിപ്ലൈ കാണും. സോ അതും ഫോളോ ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ.